ശ്ലോകം 12. തദനു മധുരാംഗത്വ, അതിനുശേഷമാണ് മധുരയിലേക്ക് വന്നത്. ഇവിടെ സൈന്യമൊക്കെ തയ്യാറായി നിൽക്കണം, ബലരാമൻ തയ്യാറായി നിൽക്കണു. പക്ഷെ കൃഷ്ണൻ വരാതെ യുദ്ധത്തിന് പുറപ്പെട്ടില്ല. തദനു മധുരാംഗത്വ, ഏട്ടനോട് വിവരം പറഞ്ഞു. ഹത്വാ ചമവും യവനാഹൃതാം, യവനാൽ കൊണ്ടുവരപ്പെട്ട സൈന്യത്തിനെ മുഴുവൻ 3 കോടി സൈന്യത്തിനെയും കൊന്നുകഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ മാർഗേ മഗധപതിന നിവാരിത, ജരാസന്ധൻ ഒന്ന് തടുത്തു. ഇപ്പം എവിടേക്കാ പോണത്? ബലരാമൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. വലിയ ഏട്ടൻ കണ്ണു കാണി, ഏട്ടാ വേണ്ട, എൻ്റെ കൂടെ വരൂ. ഒറ്റ ഓട്ടം 2 പേരും കൂടി. ചരമവിജയം ദർപ്പായാസ്മേ പ്രദായ, ഒടുവിലത്തെ വിജയം. ഇത് 18ാമത്തെ യുദ്ധമാണ്. ഇത് അവൻ ജയിക്കട്ടെ, അവൻ ഇത്തിരി അഹങ്കരിക്കട്ടെ. അങ്ങനെ ചരമവിജയം, അവസാനത്തെ വിജയം ദർപ്പായ, അവൻ അഹങ്കരിക്കാൻ വേണ്ടി അസ്മൈ പ്രദായ, അവന് കൊടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു? പലായുധോ, ഓടി. മറ്റേ ജരാസന്ധനും കൂട്ടരും പിന്നാലെ ഓടി. ഭഗവാൻ പ്രസ്രവണ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. ഭഗവാനും ബലരാമനും 2 പേരും കൂടി കയറി. ജലധി നഗരീം യാതഹ, അതിൻ്റെ മുകളിൽ നിന്ന് പ്രസ്രവണ പർവ്വതത്തിന് ഒരു ചാട്ടം. എവിടേക്ക്? ജലധി നഗരീം, ദ്വാരകാപുരിയിലേക്ക്. ജലത്തിൻ്റെ മധ്യത്തിലുള്ള നഗരം, നഗരത്തേക്ക് ഒരു ചാട്ടം. അങ്ങനെ ഇവർ കുറേ ദിവസം അവിടെ കാത്തു എന്നാണ് പറഞ്ഞത്. മുകളിൽ പോയാൽ താഴത്തേക്ക് വരാണ്ട് പറ്റുമോ? വന്നില്ല. ചുറ്റും പർവ്വതത്തിൻ്റെ ചുറ്റും തീ കത്തിച്ചു. ആൾക്കാരെ നിർത്തി. അവർ രക്ഷപ്പെടരുത് കേട്ടോ. 1 മാസം കഴിഞ്ഞിട്ടും വന്നില്ല. ചത്തു. അപ്പോൾ കൃഷ്ണൻ ബലരാമൻ മരിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു. ഇതാണ് ജലധി നഗരീം യാതോ. അങ്ങനെ ജരാസന്ധനെ വഞ്ചിച്ചിട്ട് പ്രസ്രവണ പർവ്വതത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് എടുത്തു ചാടി. അങ്ങനെയുള്ള ഹേ വാതാലയേശ്വര, വാദം വായുവിൻ്റെ ആലയം ഗുരുവായൂരിൻ്റെ ഈശ്വരൻ ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം, സൂക്ഷ്മാർത്ഥം. വാദം പ്രാണൻ, എൻ്റെ ഉള്ളിലെ പ്രാണൻ്റെ ആലയം എൻ്റെ ശരീരത്തിൻ്റെ ഈശ്വരൻ ആത്മാവ്. സൂക്ഷ്മാർത്ഥം ആത്മാവ്. പാഹിമാം, എന്നെ രക്ഷിക്കണേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ദശകം ഉപസംഹരിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ലീലകൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിൻ്റെ കൂടെ ആചാര്യന്മാരുടെ പല വിധത്തിലുള്ളതായ വ്യാഖ്യാനങ്ങൾ, അതാണ് എവിടുന്നൊക്കെയാണ് അവരെ എടുത്തിരിക്കണമെന്ന് പറയാൻ സാധിക്കില്ല. ഗർഗഭാവത്തിൽ പല വ്യാഖ്യാനങ്ങൾ കാണാം. മറ്റേ ശ്രീമദ് ഭാവത്തിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ഗർഗഭാവത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ പല സ്ഥലത്തു നിന്നും എടുത്തതായ വ്യാഖ്യാനങ്ങൾ കൊണ്ടൊക്കെ നിറച്ച് അതിനെല്ലാം സംഗ്രഹിച്ചിട്ടാണ് ഭട്ടപാദമുനി ഈ വിധത്തിൽ നമുക്ക് 11,000 ശ്ലോകങ്ങളെ 1034 ശ്ലോകങ്ങളാക്കി ചുരുക്കി തന്നിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ഭാഗ്യം. ആ വലുതായ ഭാഗവതത്തിനെ 1034 ശ്ലോകങ്ങൾ കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ലേ? വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ അതിൻ്റെ അർത്ഥം മനനം ചെയ്യാൻ സാധിക്കില്ലേ? നേരെ മറിച്ച് 11,000 സാധ്യമല്ല. നമ്മൾ നന്നായി വായിച്ചാലും അർത്ഥം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. നാരായണീയം അത്രത്തോളം ബുദ്ധിമുട്ടുള്ളതല്ല, ഒന്ന് ശ്രമിച്ചാൽ. എന്തുകൊണ്ട്? മലയാളികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലേക്ക് പല ശബ്ദങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്.
സംസ്കൃതത്തിൽ അനേകം ശബ്ദങ്ങളെ മലയാളത്തിലേക്ക് നമുക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ 1034 ശ്ലോകങ്ങളെ കൊണ്ട് ഭാഗവത്തിനെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം. അതിൽ എവിടെ ഇവിടെ നമുക്ക് മനസ്സിലാവാത്തത് കാണുന്നുവോ അപ്പം നമ്മൾ ഭാഗവതം നോക്കണം. ഇനി അങ്ങോട്ട് വരുമ്പോൾ കാണാം ഗാണ്ഡവ പ്രണീതാഗ്നി. എന്താ അത്? ഗാണ്ഡവനത്തിനെ ദഹിപ്പിക്കാൻ സമ്മതിച്ച് സന്തോഷിപ്പിച്ച അഗ്നിയോടുകൂടി. എന്താ അത് അറിയില്ല. അറിയണമെങ്കിൽ എന്ത് വേണം? ഭാഗവതം എടുത്ത് നോക്കണം. ഇങ്ങനെയുള്ളതായ ചെറുതായതുണ്ടാവും. അതെല്ലാം നമ്മൾ ഭാഗവത് അങ്ങനെ നാരായണത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഭാഗവത്തിലേക്ക് കടക്കണം. മെല്ലെ മെല്ലെ, പെട്ടെന്നൊന്നും വേണ്ട, മെല്ലെ മെല്ലെ. ആദ്യം ഗദ്യങ്ങളിലൂടെയും പിന്നെ മൂലമായിട്ടുള്ളതായ ഭാഗവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. എല്ലാം ഭഗവാന്റെ ലീലകളാണ്. ആ ഭഗവാന്റെ ലീലകൾ എത്ര കാലം പറഞ്ഞാലും മതിയാവില്ല. ഒരാൾക്ക് ഭൂമണ്ഡലത്തിലെ മണ്ണിനെ എണ്ണാൻ സാധിക്കുമോ? ഇല്ല. സാധിച്ചു എന്ന് വിചാരിക്കുക. സാധിച്ചാൽ പോലും ഭഗവാന്റെ ഈ ലീലകളെ വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.